നാഗേഷിന്റെയും പ്രഭാസ് ഗാരുവിന്റെയും 600 കോടി സംഭവം കൽക്കി തിയേറ്ററിൽ പോയി കണ്ടു. ഒന്നും പറയാനില്ല, കലക്കി തിമിർത്ത് പൊളിച്ചു വെച്ചിട്ടുണ്ട്. അത്രയ്ക്കും അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു കിടിലം പടമാണ് കൽക്കി. ഒന്നും നോക്കണ്ട, റിവ്യൂ നോക്കണ്ട, ഒന്നും നോക്കണ്ട, നേരിട്ട് തിയേറ്ററിൽ പോയിട്ട് പടം കണ്ടോളൂ. ഈ സിനിമയുടെ പ്രധാന പ്ലോട്ടായിട്ട് വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാല്, കലിയുഗത്തിന്റെ യുഗാന്തകനായിട്ട് മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായിട്ട് ജനിക്കുന്ന ഒരു അവതാര പുരുഷനാണ് കൽക്കി. അദ്ദേഹമാണ് കലിയുഗത്തിലെ ഈ അരാജകത്വം അല്ലെങ്കിൽ മനുഷ്യ സഹജമായിട്ടുള്ള ആ വികാരങ്ങളെല്ലാം ശയിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം, ഫുള്ള് നെഗറ്റിവിറ്റി മാത്രം നിറഞ്ഞ ആ കാലഘട്ടത്തിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ റെസ്റ്റോർ ചെയ്യാൻ വരുന്ന ഒരു അവതാരമാണ് കൽക്കി. ആ ഒരു അവതാര പുരുഷന്റെ ആ ഒരു എലമെന്റ് പിന്നെ അദ്ദേഹത്തിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വേറെ കുറച്ച് ക്യാരക്ടറും കൂടി മിക്സ് ചെയ്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്ത ഒരു സയൻസിന്റെയും ഫിക്ഷന്റെയും അല്ലെങ്കിൽ മിത്തോളജിയുടെയും എല്ലാം ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു കലക്കൻ പടമാണ് കൽക്കി. ഇതിലെ പ്രധാന ആകർഷണ ഘടകം ഞാൻ എക്സ്പെക്ട് ചെയ്തത് നമ്മുടെ പ്രഭാസിനെ തന്നെയാണ്. പക്ഷേ തിയേറ്ററിൽ പോയ സമയത്ത്, സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ ബിഗ് ബി അമിതാഭ് ബച്ചൻ, എന്റെ പൊന്നോ, അശ്വത്ഥമാവ് എന്ന് പറഞ്ഞ ആ ഒരു ലാർജർ ദാൻ ലൈഫ്, ആ മാമോത്ത് സൈസ്ഡ് ആ ക്യാരക്ടറിനെ അദ്ദേഹം ക്യാരി ചെയ്തിരിക്കുന്ന ആ രീതി ശരിക്കും മണ്ടടിച്ചു പോയി. ഭൂരിഭാഗം സമയത്തും അദ്ദേഹത്തിന് ആ ഫൈറ്റ് സീക്വൻസുകളാണ് സിനിമയിലുള്ളത്. അപ്പൊ നമുക്കിങ്ങനെ സ്ക്രീനിൽ അദ്ദേഹത്തിനെ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, ആശാൻ 81 വയസ്സ് തന്നെയാണോ? കാരണം അത്രയ്ക്കും കൺവിൻസിങ് ആയിട്ടാണ് ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അത് ഇപ്പൊ ആക്ടർ എന്ന നിലക്കാണെങ്കിൽ പോലും അമിതാഭ് ബച്ചനും അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് ടീം ആണെങ്കിലും എല്ലാവരും ഫുൾ സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് കൂടി ആയിരിക്കാം ആ ക്യാരക്ടർ അത്രയ്ക്കും മനോഹരമായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ചില സമയത്തൊക്കെ ആ ഫൈറ്റിന് ഇടയ്ക്ക് നമ്മൾ ഈ പ്രഭാസും ബിഗ് ബിയും വരുന്ന ചില സീൻസ് ഒക്കെ ഉണ്ട്. അതിൽ തന്നെ ബിഗ് ബി കൂടുതൽ സ്കോർ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. ചിലപ്പോൾ ആ ക്യാരക്ടറിന്റെ ആ ഒരു നേച്ചർ കാരണമായിരിക്കാം. അദ്ദേഹം ഒരു എന്താ പറയാ, ഒരു ചിരഞ്ജീവി ആയിട്ടുള്ള ഒരാളാണല്ലോ മിത്തോളജിയിൽ പറയുന്നത്. അത്ര വർഷങ്ങളായിട്ട് മരണമില്ലാതെ മരണം കാത്തു കിടക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് മരണം സമ്മാനിക്കാനുള്ള ആ ഒരു എലമെന്റ് എങ്ങനെയാണ് ഈ കൽക്കി എന്നുള്ള ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഏരിയ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോപ്യൻ ഒരു സമൂഹത്തിൽ, ഒരു ലോകാവസാനം ഏകദേശം ആയ ഒരു സമൂഹത്തിന്റെ ആ ഒരു നിലയിൽ ഈ ഒരു എല്ലാ എലമെന്റും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് ചിന്തിച്ച് വളരെ മനോഹരമായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈ ക്യാരക്ടർ. ഈ അശ്വത്ഥമാവ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടറും അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റ് ക്യാരക്ടർ, എല്ലാ ക്യാരക്ടേഴ്സും വളരെ മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പ്രഭാസ് ചില സമയത്ത് താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ പോലും അത് ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള ഒരു സീനിൽ ആരാണ് പ്രഭാസ്, എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, പ്രഭാസ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ സിനിമയിലെ ആ മിത്തോളജിയുമായിട്ട് ഏത് തരത്തിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം എക്സ്പോസ് ആവുന്ന ആ ഒരു സീൻ ഉണ്ട്. അത് പ്യുവർ ഗൂസ് ബംസ് എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. അത് കലക്കനായിട്ട് ആ ഒരു സീന് മൊത്തത്തിൽ സിനിമയിൽ വന്നിട്ടുണ്ട്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് പോർട്രേ ചെയ്തിട്ടുള്ളത്. ആ ഒരു സീൻ, അദ്ദേഹത്തിന്റെ പ്രഭാസിന്റെ ആ സീൻ ഞാൻ ശരിക്കും എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ ഒരു സീൻ അങ്ങനെ ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അതൊരു നൈറ്റ് വിഷനിൽ ഫുള്ള് ലിറ്ററലി തീയും പുകയൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അത് തിയേറ്ററിൽ തന്നെ കണ്ട് അറിയേണ്ട ഒരു സംഭവമാണ്. പിന്നെ ഇതിലെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു പരിപാടി, എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു ഇമാജിനറി വേൾഡ് സിനിമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ സിനിമ. ആ ഫസ്റ്റ് ഹാഫിൽ ഒരു മെജോറിറ്റി ഓഫ് ദ സീൻസും അവർ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഒരു വേൾഡ് ബിൽഡപ്പിന് വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് ഇത് നടക്കുന്നത്, എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യുക സിനിമ. ഞാൻ ഈ സിനിമ കണ്ടത് 2D-യിലാണ്. സിനിമ ആക്ച്വലി 3D-യിലും അവൈലബിൾ ആണ്. ഞാൻ 2D-യിലാണ് കണ്ടതെങ്കിൽ കൂടി ഞാനും കൂടി ആ സീനുകളിലൊക്കെ ഇൻവോൾവ് ആയിട്ട്
ചുറ്റും നടന്ന് വാച്ച് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ആ സിനിമയുടെ ആ ഒരു വേൾഡ് ബിൽഡപ്പിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയത്. അത്രക്കും മാരക പ്രൊഡക്ഷൻ ഡിസൈൻ ആണ് ഇതിന് വന്നിട്ടുള്ളത്. അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും അത് വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് സീനിൽ ബ്ലെൻഡ് ആവുന്ന തരത്തിലാണ് അതിന്റെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ അതിമനോഹരമായിട്ട് നമ്മുടെ സംവിധായകൻ വിജയിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം. വേറൊരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മലയാളികൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയുണ്ട്. അന്നാബൻ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നാബനെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ വളരെ ലൈക്കബിൾ ആയിട്ടുള്ള നമ്മളെ എന്താ പറയാ ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്ന ഒരു നേച്ചർ ഉള്ള ഒരു ഫൈറ്റർ ഗേൾ ആയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഫൈറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അന്നാബന്റേത്. പക്ഷെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷമം എന്താ വെച്ചാൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് സ്ക്രീൻ ടൈം അന്നാബന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കലകളെ കുറിച്ച് ഒരു പൊതുവേ ഉള്ള ഒരു പറച്ചിലുണ്ട്. ഒരു കലയിൽ നിന്നേ മറ്റൊന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൽ നിന്നേ നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതിനുള്ളൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ സിനിമയിലെ പല സീൻസും. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുന്നേ കണ്ട ഒരുപാട് സിനിമകളിലെ സീൻസും അതുപോലെ തന്നെ സീക്വൻസുകളും ഈ സിനിമയിലും ഇൻകോർപ്പറേറ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നും. പക്ഷെ അത് ഒരിക്കലും ഒരു കോപ്പിയടി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഉണ്ട്. അതിലിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ മാഡ് മാക്സിലെയും അതുപോലെ ഡൂൺ പാർട്ട് 1 പാർട്ട് 2 അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ്, അതല്ലെങ്കിൽ ക്രിസ് ഹെംസ്വർത്തിന്റെ ക്യാബിൻ ഇൻ ദ വുഡ് എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമയിലെ ഒരുപാട് സീൻസ് ആ സിനിമയിൽ എങ്ങനെയാണോ അതുപോലെയല്ല ഈ നമ്മുടെ കൽക്കിയിൽ വന്നിട്ടുള്ളത്. ഈ വേൾഡിലോട്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിലാണ് സീൻസ് എല്ലാം റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഒരു കോപ്പിയടി എലമെന്റ് തോന്നില്ല. അത്ര മനോഹരമായിട്ടാണ് അത് സീനായിട്ട് സ്ക്രീനിൽ വന്നിട്ടുള്ളത്. വേറൊരു ഫ്ലോ ആയിട്ട് എനിക്ക് തോന്നിയ എന്താണെന്ന് വെച്ചാൽ ചില ക്യാരക്ടേഴ്സ് ഇതിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. എസ്പെഷ്യലി നമ്മുടെ തമിഴ് നടൻ പശുപതി ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ആർക്ക് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. നമുക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവും ആ ക്യാരക്ടറിൽ. പിന്നെ വേറൊരാളുണ്ട്, സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ചെറുതായിട്ട് ലീക്കായി പോയ ഒരു കാര്യമാണ്, അത് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. അദ്ദേഹം സിനിമയിൽ വന്ന സമയത്ത് അദ്ദേഹം അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ നടൻ അല്ല വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആര് ചെയ്താലും ഓക്കെ ആവുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. ആ ക്യാരക്ടർ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഓറയും അല്ലെങ്കിൽ ആ ഫാൻ സപ്പോർട്ടും കൂടി ഉപയോഗിക്കുന്ന തരത്തിൽ എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. എസ്പെഷ്യലി ഇൻ നമ്മുടെ മലയാളി ഓഡിയൻസിന്റെ ഇടയ്ക്ക് കുറച്ചുകൂടി ഒന്ന് റീച്ച് കിട്ടിയേനെ എന്ന് എനിക്ക് തോന്നി. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിനിമ വളരെയധികം ലെങ്ത് കൂടിപ്പോയി. ലെങ്ത് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫിലെ ഭൂരിഭാഗ സമയത്തും ഈ സീൻസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ആ വേൾഡ് ബിൽഡപ്പിന് വേണ്ടിയിട്ട്. ആ വേൾഡ് ബിൽഡപ്പിന് അനാവശ്യമായിട്ടുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന പോലെ, അല്ലെങ്കിൽ ചില ഫൈറ്റുകളൊക്കെ എക്സ്റ്റെൻഡ് ആയി പോകുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു. അതൊക്കെ ഒന്ന് കുറച്ച് ട്രിം ചെയ്ത് ഒന്നും കൂടി പാക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ഫാക്ടർ സിനിമ എൻജോയ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് വലിക്കുന്നില്ല. എല്ലാ സീൻസും എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭൂരിഭാഗം സീൻസും ഫൈറ്റാണ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അടി ഇടി തീ പൊടി അങ്ങനെയാണ് സാധനം കിടക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് സംഭവം വന്നിട്ടുള്ളത്. അതിൽ തന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറെ ഗാഡ്ജറ്റുകളും വാഹനങ്ങളും അതുപോലെ തന്നെ വെപ്പൺസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ വളരെ നൈസായിട്ടാണ് ആ സീൻസിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ തന്നെയാണ് ആക്ടേഴ്സ് ഈ സാധനങ്ങളെല്ലാം വെച്ച് പെർഫോം ചെയ്യുന്നതും. മറ്റൊരു ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു AI സപ്പോർട്ടഡ് ഹ്യൂമൻലി തിങ്കിങ് ഒരു ഗാഡ്ജറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബുജി എന്നാണ്. നമ്മുടെ പ്രഭാസിന്റെ കൂടെ ഉള്ള ഒരു ഗാഡ്ജറ്റ് ആണ്. പ്രഭാസിനോട് സംസാരിക്കുകയും പ്രഭാസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതിനെ ഡബ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മലയാളിയായ കീർത്തി സുരേഷാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ആ ഒരു ഗാഡ്ജറ്റിന് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും, ഓഡിയൻസ് പെട്ടെന്ന് കണക്ട് ആവും. പിന്നെ അവർ തമ്മിലുള്ള ആ സീക്വൻസുകളൊക്കെ ചില ഭാഗത്തൊക്കെ നല്ല ഫണ്ണി ആയിരുന്നു. ആ സപ്പോർട്ട് ചെയ്യുന്ന ആ ഫൈറ്റിലൊക്കെ പ്രഭാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ
വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. വേറൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഇതില് വേറെ ഒരു സെക്കൻഡ് ടൈം ഒരു ഫേസ് ഓഫ് വരുന്നുണ്ട്. ഈ അശ്വത്ഥാമാവും അതുപോലെ തന്നെ നമ്മുടെ പ്രഭാസും തമ്മിൽ ഒരു ഫേസ് ഓഫ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ കഥയോട് റിലേറ്റ് ചെയ്തിട്ട് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ഓഫ് കൂടി വരുന്നുണ്ട്. അതിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ള, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിനയിച്ചിട്ടുള്ളത്, അർജുന്റെ ക്യാരക്ടർ. ഈ അർജുന്റെയും അശ്വത്ഥമാവിന്റെയും കഥ പറയുകയാണെങ്കിൽ രണ്ടു പേരും ദ്രോണരുടെ ശിഷ്യന്മാരായിരുന്നു. അതായത് പാണ്ഡവരും കൗരവരും ദ്രോണരുടെ കീഴിലാണ് ആയുധ പരിശീലനം ആരംഭിച്ചതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഈ അശ്വത്ഥമാവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മുടെ ദ്രോണരുടെ പുത്രനായിട്ടാണ് ഈ ഹിന്ദു മിത്തോളജിയിൽ പറയപ്പെടുന്നത്. അപ്പൊ ഈ അശ്വത്ഥമാവിനും അർജുനും ദ്രോണർ സീക്രട്ട് ആയിട്ട് കുറെ ടെക്നിക്സ്, യുദ്ധമുറകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ആർക്കും പറഞ്ഞു കൊടുക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ അവര് തമ്മിൽ ഒരു ഫേസ് ഓഫ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ആ സംഭവം, അത് എങ്ങനെയായിരിക്കും അവർ ആ ഒരു വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കുന്നുള്ള ആ കാര്യം സ്ക്രീനിൽ വന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫെമിലിയർ ആയിട്ടുള്ള നടൻ അർജുന്റെ ക്യാരക്ടറെ അഭിനയിച്ച് വരുന്ന സമയത്ത് വളരെ കൺവിൻസിങ് ആയി തോന്നി. അദ്ദേഹം ആ രഥത്തിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. നമ്മൾ ഒരു ഇമാജിനേഷനുള്ള കഥാപാത്രങ്ങളല്ലേ ഇതെല്ലാം, പക്ഷെ ഈ സീൻ കാണുന്ന സമയത്ത് ഇതാണ് അർജുൻ എന്നുള്ള ആ ഒരു ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു ബിൽഡപ്പും കാര്യങ്ങളും എക്സിക്യൂഷനൊക്കെ ആയിരുന്നു ആ സീൻ. അതും വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സയൻസും അതുപോലെ തന്നെ മിത്തോളജിയും ഫിക്ഷനും എല്ലാം മിക്സ് ചെയ്ത ഒരു തിയേറ്ററിക്കൽ വാച്ച് മസ്റ്റായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കിടില പടമാണ് കൽക്കി. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണാൻ, തിയേറ്ററിക്കൽ വാച്ച് തന്നെ വേണം. കുട്ടികളെ കൂട്ടിപ്പോ, കുട്ടികൾക്കും വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീൻസും കാര്യങ്ങളും എല്ലാം സിനിമയിലുണ്ട്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പൊ ഓക്കെ, ബൈ.